Hi everyone, എൻ്റെ പേര് ഐശ്വര്യ ദേവൻ. I'm an actress from Bangalore. ഞാൻ പഠിച്ചതൊക്കെ ബാംഗ്ലൂരാണ്. ഇപ്പോൾ ഞാൻ മലയാളം ഫിലിംസ് ചെയ്യാൻ ഞാൻ കേരളത്തിൽ സെറ്റിൽ ആയിരിക്കുകയാണ്. സോ ആൻഡ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആക്ച്വലി ഞാൻ സെക്കൻഡ് ഡോട്ടറാണ്. ഐ ഹാവ് എൻ എൽഡർ സിസ്റ്റർ. ഷീസ് എൻ എയർ ഹോസ്റ്റസ്. സോ ഞാൻ ഈ ഫിലിംസിലേക്ക് ആക്ച്വലി വരാൻ കാരണം ബിക്കോസ് ഞാൻ ചെറുപ്പം തൊട്ടേ ഐ വാസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ മോഡലിംഗ്. സോ അത് ചെയ്യുമ്പോൾ ഐ വാസ് ലൈക്ക് ഞാൻ മോഡലിംഗിലേക്ക് വന്നിട്ട് പിന്നെ ഞാൻ ആക്ട്രസ് ആവണം, മൂവീസിൽ വരണം എന്ന് വിചാരിച്ചാണ്. ബട്ട് ലൈക്ക് ഫോർച്ചുനേറ്റ്ലി ഞാൻ ഡയറക്ട്ലി മൂവീസിലേക്കാണ് വന്നത്. എൻ്റെ ഡാഡിന്റെ പേര് എസ് ദേവൻ എന്നാണ്. ആൻഡ് ഹീസ് എ ബാങ്ക് മാനേജർ. ആൻഡ് എൻ്റെ മോം ഷീജ ദേവൻ, ഷീസ് എ ഹോം മേക്കർ. ആൻഡ് എൻ്റെ ചേച്ചി ഗൗതമി എന്നാണ് പേര്. ഷീസ് എൻ എയർ ഹോസ്റ്റസ്. ആൻഡ് സോ ഞാൻ പഠിച്ചതും ഒക്കെ ബാംഗ്ലൂർ തന്നെയാണ്. ആൻഡ് നമ്മൾ അവിടെ സെറ്റിൽഡ് ആണ്. സോ ലൈക്ക് എന്റെ ഫാമിലിയിൽ ലൈക്ക് നോബഡി ഈസ് ഇൻ ഇൻഡസ്ട്രി, ലൈക്ക് നോബഡി ഈസ് ഫ്രം ദ ഇൻഡസ്ട്രി. അപ്പോൾ ഫോർ മീ ടു കം ഫ്രം ദ ഇൻഡസ്ട്രി ഇറ്റ് വാസ് ലൈക്ക് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്. ബട്ട് എന്റെ പേരൻസ് സപ്പോർട്ടീവ് ആയതുകൊണ്ട് like they were also interested to send me to the industry, so it was quite easy. ആക്ച്വലി ഞാൻ 12th പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്ക് മൂവിയുടെ ഓഫർ വന്നത്. സോ ആഫ്റ്റർ ദാറ്റ് ഐ ഹാഡ് ടു ഡിസ്കണ്ടിന്യൂ മൈ സ്റ്റഡീസ്. ബട്ട് ഇഫ് നോട്ട് ഫിലിംസ് ഞാൻ ഡെഫിനറ്റ്ലി ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് പോകാനായിരുന്നു എൻ്റേത്. സോ ലൈക്ക് വെനെവർ ഐ ഗെറ്റ് ടൈം ഞാൻ ഇനി ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് ചെയ്യും, ലൈക്ക് ഇഫ് ഐ ഫൈൻഡ് ടൈം. But definitely, more than studies, I prefer doing acting. I love films. So, I definitely give my time to films before I get into fashion design. Actually, എൻ്റെ ഫസ്റ്റ് സിംഹാസനം എന്നുള്ള ഫിലിമിൽ ആക്ച്വലി പൃഥ്വിരാജിന്റെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. when I was in my school days, ഞാൻ ആക്ച്വലി ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു, like me doing a film with Prithviraj. But അത് വെറും എന്റെ അമ്മോട് മാത്രമേ ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അതാണ്, ഐ ഡോണ്ട് നോ ഇഫ് യു ടോക്കിംഗ് അബൌട്ട് ദാറ്റ്, ബട്ട് അതാ ഒരു സ്വപ്നം ഇതുവരെ ഇറ്റ് ഹാസ് കം ട്രൂ. ആൻഡ് എനിക്ക് ഇനി എന്റെ ലൈക്ക് എന്റെ എയിം ടു ബി എ സക്സസ്ഫുൾ ആക്ട്രസ് and to be a great performer, to be known as a great performer. അതാണ് എന്റെ സ്വപ്നം. Like everyone should tell that she's a great performer. More than just an actress, she's a performer. So adana ende agraham. So I hope I get that tag a day, someday. ആക്ച്വലി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എന്റെ ഫേസ്ബുക്ക് ത്രൂ ആയിരുന്നു എനിക്ക് എന്റെ ഫസ്റ്റ് ഫിലിമിന് ഓഫർ വന്നത്. ആക്ച്വലി ഫസ്റ്റ് എന്റെ ഒരു തെലുഗു ഫിലിം ആയിരുന്നു. സോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിംഹാസനത്തിലേക്ക് വന്നത്. ആക്ച്വലി ഡയറക്ടർ ദീപൻ അവരാണ് എന്നെ ഷാജി കൈലാസ് സാറിന്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അവരൊരു ഫോട്ടോഷൂട്ട് ചെയ്തു ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ഷൂട്ട്. ആൻഡ് ദെൻ ഹി വാസ് കൺവിൻസ്ഡ് ആൻഡ് ലിറ്റിൽ ഒരു ഓഡിഷൻ പോലെ ഒരു ലൈൻസ് ഒക്കെ തന്നിട്ട്, ആൻഡ് ദെൻ ഐ വാസ് ഇൻ ദ പ്രോജക്ട്. എന്റെ ഫസ്റ്റ് മലയാളം ഫിലിം സിംഹാസനമായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഹിറ്റ് ലിസ്റ്റ് ആൻഡ് കർമ്മയോധയിൽ ചെയ്തു. കർമ്മയോധയിൽ ഒരു കീ റോളായിരുന്നു. സെയിം ലൈക്ക് താങ്ക്യൂലൊരു കീ റോളായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ജയലളിത എന്റെ ഫസ്റ്റ് കന്നഡ ഫിലിം ചെയ്തു, വിച്ച് വാസ് എ റീമേക്ക് ഓഫ് മലയാളം ഫിലിം മായാമോഹിനി. അതിൽ ഞാൻ ലക്ഷ്മി റായിന്റെ ക്യാരക്ടറാണ് പോർട്രേ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഐ ഡിഡ് അനീകൻ, തമിഴ് ഫിലിം അനീകൻ, which will be releasing in the Tamil, Telugu and Hindi. സിംഹാസനം എന്നുള്ള ഫിലിമിൽ ആക്ച്വലി ഞാൻ ഒരു ബാംഗ്ലൂരിൽ വരുന്ന ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടറായിരുന്നു ചെയ്തത്. സോ ഫോർ മീ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്. സോ ഇറ്റ് വാസ് ക്വൈറ്റ് ഈസി. ആൻഡ് നമ്മൾ ഷൂട്ടിംഗ് ചെയ്തത് വരിക്കാശ്ശേരി മനയായിരുന്നു. So it was quite hot, but still, like it was good, the ambience also. And Vandana, my co-actress, and Prithviraj also co-actor, they were all very supportive. So it was quite a great experience. And first time ഞാൻ മലയാളം ചെയ്യായിരുന്നു. So കുറച്ചൊരു nervousness ഉണ്ടായിരുന്നു. Like Shaji Kailas, I've heard about him.
സോ ഐ ഡോണ്ട് നോ ഹൗ ലൈക്ക് എങ്ങനെയാണ് സർ സ്ട്രിക്റ്റ് ആണോ എന്ന് അറിയണ്ടായിരുന്നില്ല. ഐ വാസ് ബിറ്റ് നെർവസ്, ബട്ട് ദെൻ എല്ലാം ഈസിയായി പോയിട്ട് ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്. And about the experiences doing it, like ellam legendary actors aayirunnu actually, like Siddiq sir and all that. So avare kude cheyanokko, like for me ende first Malayalam film aanu, so I never expected I would land up into it's such a big project. So adenku very വലിയൊരു experience ആയിരുന്നു. So it was quite good. ഹിറ്റ് ലിസ്റ്റ് എന്ന ഫിലിമിലേക്ക് ആക്ച്വലി സിംഹാസനംന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ആൻഡ് ത്രൂ സം കോർഡിനേറ്റേഴ്സ് ഐ ഗോട്ട് ഇൻ ടച്ച് വിത്ത് ദ ടീം ഹിറ്റ് ലിസ്റ്റ്. അപ്പോ ബാല ഫസ്റ്റ് ഡയറക്ട് ചെയ്യുന്ന പടമായിരുന്നു, ആക്ടർ ബാല ചെയ്യുന്ന പടമായിരുന്നു. സോ ലൈക്ക് കുറെ ലൈക്ക് സിംഹാസനം ചെയ്യുമ്പോൾ തന്നെ they were doing rounds that ഒരു ഹീറോയിനെ നോക്കേണ്ടത്. സോ ദാറ്റ്സ് ഹൗ ഐ ഗോട്ട് ഇൻ ടച്ച് വിത്ത് ദം ആൻഡ് ദെൻ ഹിറ്റ് ലിസ്റ്റ് ചെയ്തിരുന്നു. അവിടെ ലൈക്ക് അതൊരു മെച്യൂർഡ് ക്യാരക്ടർ ആയിരുന്നു, ലൈക്ക് ലിറ്റിൽ ബിറ്റ് ഓഫ് സാഡ്നെസ്, അങ്ങനത്തെ കുറച്ച് ഇമോഷണൽ കൈൻഡ് ഓഫ്. സോ ആ ഒരു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു ആക്ച്വലി ഫോർ മീ. ഒരു സിംഹാസനത്തിൽ നിന്ന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു. സിംഹാസനം വാസ് ലൈക്ക് വെരി ചബ്ബി, ടോംബോയിഷ്, ദാറ്റ് കൈൻഡ് ഓഫ് എ റോൾ. ബട്ട് സിംഹാസനം ലൈക്ക് ഹിറ്റ് ലിസ്റ്റ് വാസ് ലൈക്ക് റിയലി സീരിയസ്, ഒരു സീരിയസ് നോട്ടിലേക്ക് പോകുന്ന ഒരു ഫിലിം ആയിരുന്നു. സോ ദാറ്റ് വാസ് ഓൾസോ ഗ്രേറ്റ്. ആൻഡ് ബാല ഓൾസോ ഹി വാസ് എ വെരി സപ്പോർട്ടീവ് ആക്ടർ and a director, I can say. Like he was quite good, and the other actors also were nice. Hit list കഴിഞ്ഞിട്ട് കർമ്മയോധ. While coming to കർമ്മയോധ, അതൊരു key role ആയിരുന്നു, not a full-fledged character in the film. But still it was quite nice. Major Ravi and Mohanlal sirന്റെ കൂടെ ഒരു ഇതായിരുന്നു. Actually Mohanlal sirന്റെ കൂടെ I didn't actually share the screen space, but still I met him on the sets. ഭയങ്കര down to earth ആയിട്ടുള്ള like everyone knows he's very humble and kind. So our experience അല്ലായിരുന്നു. I met him and it was really nice. And Major Ravi sir also little bit he's strict എന്ന് പറയാം. Like he's very steady and ഒരു ആ എക്സ്പീരിയൻസ് അല്ലായിരുന്നു. ലൈക്ക് ഐ മൈറ്റ് ഹാഡ് ഹാർഡ്ലി എ വീക്ക് ഷൂട്ട്, ബട്ട് ഇറ്റ് വാസ് നൈസ്. ആൻഡ് ഒരു കുറെ പെൺകുട്ടികളുടെ കൂടെയുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ആൻഡ് ഫൈനലി സൂയിസൈഡ്. സോ ദാറ്റ് വാസ് നൈസ് ആക്ച്വലി. ഒരു ഹിലിന്റെ മുകളിലൊക്കെ പോയി ഷൂട്ട് ചെയ്തു. സോ ദാറ്റ് വാസ് ഓൾസോ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഓൾ ടുഗെദർ. So I liked it, yeah. And after Karmayodha, I landed to Thank You also actually a key role ആയിരുന്നു actually. It's not a full-fledged role. And coming to VK Prakash, director, he's like ഒരു workshop പോലത്തേക്ക് തന്നു actually. It was a key role, but still sir like he wanted that involved to that character. So ഏതൊരു ആക്ടർ ഒരു അപ്കമിങ് ആക്ടർ വരികയാണെങ്കിലും സർ ഒരു വർക്ക്ഷോപ്പ് തരും. സോ ലൈക്ക് ദാറ്റ് ഓൺലി വിത്ത് മീ ഓൾസോ ഇറ്റ് ഹാപ്പൻ. So yeah, thank you. With Jayasuriya also I shared the screen space, so it was quite nice. Jayalalitha എൻ്റെ ഫസ്റ്റ് കന്നഡ ഫിലിമാണ് ആക്ച്വലി. അതൊരു റീമേക്ക് ഓഫ് മായാമോഹിനി മലയാളം ഫിലിമിന്റെ റീമേക്കാണ്. സോ അതിൽ പൊൻകുമരൻ സാറാണ് ഡയറക്ടർ. ആൻഡ് ശരൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമഡി ആക്ടറാണ് അവിടെ ചെയ്തത്, ദിലീപിന്റെ റോൾ. സോ ഞാൻ ആക്ച്വലി മൈഥിലി ലക്ഷ്മി റായ് ചെയ്ത റോളായിരുന്നു ആക്ച്വലി ചെയ്തത്. സോ ഇറ്റ് വാസ് ഓൾസോ നൈസ്, ലൈക്ക് 2 ഹീറോയിൻസ് ആൻഡ് ഓൾ ദാറ്റ്. സോ ആ ഒരു ക്യാരക്ടർ ഡിഫറെന്റ് ആയിരുന്നു. ലൈക്ക് ഐ ഹവ് ഓൾറെഡി വാച്ച്ഡ് മായാമോഹിനി. സോ എനിക്കൊരു ഓൾറെഡി ഒരു ഇമേജ് ഉണ്ടായിരുന്നു ലൈക്ക് ഹൗ ആ ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്. ആൻഡ് സർ ആക്ച്വലി പൊൻകുമരൻ സർ ജയലളിതയിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോട്ട് എക്സാക്ട്ലി മായാമോഹിനി ചെയ്ത പോലെയല്ല, ബട്ട് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ലക്ഷ്മി റൈസ് ക്യാരക്ടർ ആക്ച്വലി അത് ഫസ്റ്റ് ഹാഫിൽ മാത്രമേ ഉള്ളൂ, ബട്ട് ഇതില് സർ സെക്കൻഡ് ഹാഫിലും കൊണ്ടുവരുന്ന പോലെ കൊടുത്തിട്ടുണ്ട് ആ ക്യാരക്ടർ. സോ ആ എക്സ്പീരിയൻസ് നല്ലായിരുന്നു. ശരൺ ഓൾസോ ഇസ് എ ഗ്രേറ്റ് ആക്ടർ ആക്ച്വലി. സോ ഇറ്റ് വാസ് നൈസ്. ആൻഡ് ദിഷ എന്നുള്ള കോ ആക്ട്രസ് ഉണ്ടായിരുന്നു, ലൈക്ക് ഹു ഡിഡ് ദ മൈഥിലീസ് ക്യാരക്ടർ. സോ യാ ഓവറോൾ എക്സ്പീരിയൻസ് നല്ലായിരുന്നു. ആൻഡ് ഫോർ മീ എല്ലാം ബാംഗ്ലൂരിലായിരുന്നു ഷൂട്ട്. സോ ഒരു അറ്റ് ഹോം ഫീലിംഗ് ആയിരുന്നു ആക്ച്വലി. സോ
It was nice, and Kannada actually എനിക്കറിയാം because ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചു വളർന്നുകൊണ്ട് for me അത് അത്ര difficult ആയിരുന്നില്ല to cope up with the language. So yeah, it was quite nice. After Malayalam and Kannada, ഞാൻ ലാൻഡ് അപ്പ് ചെയ്തത് അനേകൻ എന്നുള്ള മൂവിക്കാണ് ആക്ച്വലി. സോ അനേകന്റെ എക്സ്പീരിയൻസ് ആക്ച്വലി ഒരു ക്വൈറ്റ് ബിഗ് ആൻഡ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഞാൻ പറയാം. ബിക്കോസ് ഫോർ എനി ആക്ട്രസ് കെ വി ആനന്ദ് സാറിന്റെ ഫിലിം, ബിക്കോസ് അവരുടെ ഫിലിംസ് ലൈക്ക് അയൺ, കോ, മാട്രാൻ, ഓൾ ഗ്രേറ്റ് ഫിലിം മേക്കിംഗ് ആണ് അവരുടെ. സോ കെ വി ആനന്ദ് സാറിന്റെ ഫിലിം വന്നപ്പോൾ ഐ വാസ് ലൈക്ക് റിയലി ഹാപ്പി. ആൻഡ് ഫസ്റ്റ് ഞാൻ സാറിനെ കാണാൻ പോയപ്പോ സാർ ബിഫോർ സെയിങ് ദ ക്യാരക്ടർ സാർ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു. ലൈക്ക് 2 ഷെയ്ഡ്സ് ആണ് ആ ക്യാരക്ടറിന് ആക്ച്വലി. സോ ഒന്ന് മോഡേൺ ആണ് ആൻഡ് അതർ ഇസ് ലൈക്ക് ബർമയില് ഷൂട്ട് ചെയ്യണ ഒരു ലൈക്ക് എ പുവർ ഗേൾ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. സോ 2 ഷെയ്ഡ്സിലും 2 ലുക്സിലും സാർ ഒരു ഫോട്ടോഷൂട്ട്, ഒരു ലുക്ക് ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് sir told me about the character. And sir, when he checked the photo shoot, he was quite convinced because both the looks suit avundaയിരുന്നു. So he was like, you're in the project angane parnu. And working with when I landed, when I went to the location, I met Dhanush. So like he is also very humble, he is known for that. And Dhanush and KV Anand sir ഒരു combination തന്നെ ഒരു it's a very great combination. He is a versatile actor and sir is a great filmmaker. So അവരോട് ചെയ്യാന്ന് പറഞ്ഞാൽ it's quite a big thing for me. It was a quite big thing and still it is because and എപ്പോഴും എനിക്ക് കുറെ മറക്കാൻ പറ്റാത്ത കുറെ എക്സ്പീരിയൻസസ് ഉണ്ട്. ബിക്കോസ് അനേകൻ ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ വിചാരിച്ചു ദാറ്റ് റോൾ ഇസ് ലൈക്ക് ലിറ്റിൽ ബിറ്റ് ഓഫ്, ബട്ട് വെൻ ദ ഫിലിം കെയിം ഔട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. സോ ആ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഭയങ്കര ബോൾഡ് ആൻഡ് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ലൈക്ക് നോട്ടി, ലൈക്ക് ബോത്ത് ദ ഷെയ്ഡ്സ് ഉണ്ട്. ഒരു ഷെയ്ഡിൽ ലൈക്ക് ലിറ്റിൽ ബിറ്റ് സാഡ് ആൻഡ് കുറച്ച് മെച്യൂർഡ്, കുറച്ച് ആങ്കർ, ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ദ അതർ സൈഡ് ഇസ് ലൈക്ക് റിയലി ഡിഫറെന്റ്, ഒരു ഫുള്ളി ലൈക്ക് എ മോഡേൺ ഗേൾ ഹു വർക്ക്സ് ഇൻ എൻ IT കമ്പനി. And there കാർത്തിക് സാറിന്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തു. സോ കാർത്തിക് സാർ ഇസ് എ ലെജൻഡറി ആക്ടർ. സോ കാർത്തിക് സാർ ലൈക്ക് സെറ്റിൽ വരുമ്പോ തന്നെ ലൈക്ക് നമ്മളൊരു ഗ്രേറ്റ് ആക്ടർ, ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാനെന്ന് തോന്നില്ലേ. ബിക്കോസ് ഹി ഈസ് ലൈക്ക് ജസ്റ്റ് 25-year-old ഗൈനെ പോലെ അത്രയും ചാം ആൻഡ് ലൊക്കേഷനിൽ കൊണ്ടുവരുന്നു. സോ ഓവറോൾ എക്സ്പീരിയൻസ് വാസ് റിയലി ഗ്രേറ്റ്.